താൻ ചെയ്യാത്ത കാര്യങ്ങൾ തന്റെ പേരിൽ ആരോപിക്കുന്നതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ പറഞ്ഞു. വ്യാജ ആരോപണങ്ങളാണ് LDF ഉന്നയിക്കുന്നത് എന്നും അത് മാധ്യമങ്ങൾ വഴിയും സാമൂഹിക മാധ്യമങ്ങൾ വഴിയും പ്രചരിക്കുന്നതായും ഷാഫി പറമ്പിൽ പറഞ്ഞു. നാദാപുരത്ത് പടക്കം പൊട്ടിയത് ഞാൻ പറഞ്ഞിട്ടുണ്ടാക്കിയ ബോംബാണ് എന്ന് ഇവർ പ്രചരിപ്പിച്ചു. LDF സ്ഥാനാർത്ഥിയാണ് ഇരുവരുടെയും വ്യാജ പ്രചരണത്തിന്റെ ഉത്തരവാദി എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പാനൂരിൽ ബോംബ് പൊട്ടി അവരുടെ പ്രവർത്തകൻ ചിന്നിച്ചിതറി. അവരുടെ സ്ഥാനാർത്ഥിയാണ് ബോംബുണ്ടാക്കാൻ പറഞ്ഞതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ധ്യാൻ ശ്രീനിവാസന്റെ കൂടെ ഞാൻ നിൽക്കുന്ന ചിത്രം മാറ്റി വേറൊരാളുടെ ചിത്രം വെച്ചു. സ്ഥാനാർത്ഥി പറഞ്ഞിട്ടാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ആരെങ്കിലും അപേക്ഷിച്ചുകൊണ്ട് വളർന്നു വന്ന ആളല്ല ഞാൻ. ആർക്കെതിരെയും ഇല്ലാ കഥകൾ പ്രചരിപ്പിച്ചിട്ടില്ല. 22 വർഷത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ മാന്യതയ്ക്ക് നിരക്കാതെ ഒന്നും ചെയ്തിട്ടുമില്ല, ഇനി ചെയ്യുകയുമില്ല. ഇല്ലാ കഥ പറഞ്ഞ് വിജയിപ്പിക്കണമെന്ന് ആഗ്രഹമില്ല. ഉള്ളത് തന്നെ ഒരുപാട് പറയാനുമുണ്ട്. ഉമ്മൻചാണ്ടിയുടെ കൈപിടിച്ചാണ് രാഷ്ട്രീയം പഠിച്ചത്. ഒരു തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങളിലും വടകര മണ്ഡലത്തിലെ ജനങ്ങൾ വീഴില്ലെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. പേരാമ്പ്ര നിയോജക മണ്ഡലത്തിലെ സ്വീകരണ കേന്ദ്രങ്ങളിൽ സംസാരിക്കുകയായിരുന്നു ഷാഫി. ഞാൻ 22 കൊല്ലമായി KSU പ്രവർത്തനം തുടങ്ങിയിട്ട്. ഞാൻ 13 കൊല്ലമായിട്ട് നിയമസഭയിലുണ്ട്. ഞാൻ 15 കൊല്ലമായിട്ടും നവമാധ്യമങ്ങളിൽ ഇടപെടുന്ന ഒരാളാണ്. എന്റെ നാവിൽ നിന്നോ വാക്കിൽ നിന്നോ ഇതുവരെ അനാവശ്യമായതൊന്നും ഒരാളെ പറ്റിയും ഇല്ലാത്തതും ആക്ഷേപവും വ്യക്തിഹത്യയും നടത്തിയ ശീലം എനിക്കില്ല. ഞാനിവിടെ കയറി വരുമ്പോൾ നിങ്ങൾ പറഞ്ഞൊരു കാര്യം ഉമ്മൻചാണ്ടിയുടെ പുറകെ നടന്ന ഒരാളാണെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ആരെയും വ്യക്തിഹത്യ നടത്തിയിട്ട് തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വന്നവനല്ല ഞാൻ. എന്റെ മനസ്സറിവോടെ അങ്ങനെ ഒരു കാര്യം നടത്തേയില്ല. അങ്ങനെ നടന്നിട്ട് എനിക്ക് ജയിക്കുകയും വേണ്ട. എനിക്ക് ഉള്ളത് പറഞ്ഞിട്ട് ജനങ്ങൾ വോട്ട് ചെയ്താൽ മതി. ഉള്ളത് ജനങ്ങളോട് സമ്മതിച്ചിട്ട് വോട്ട് ചെയ്ത് ജയിപ്പിച്ചാൽ മതി. ഒരാളെയും മോശക്കാരനോ മോശക്കാരിയോ ആക്കിയിട്ട് ജയിക്കാൻ വന്നതല്ല. വടകരയുടെ നന്മയും നാളെയും പറഞ്ഞിട്ട് ജയിക്കാൻ വന്നത് തന്നെയാണ്. അങ്ങനെ ജയിക്കാൻ കഴിയുമെന്നുള്ള നല്ല വിശ്വാസം എനിക്കുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് ഏതാനും ദിവസങ്ങൾ മാത്രം എത്തി നിൽക്കുമ്പോൾ ഞാൻ അറിയാത്ത കാര്യത്തിന് എന്റെ പേരിൽ പരാതി കൊടുത്ത് പത്രസമ്മേളനം നടത്തി നവമാധ്യമങ്ങളിലൂടെ മുഴുവൻ പ്രചരിപ്പിക്കുക. എന്റെ ഫേസ്ബുക്കിൽ നിന്ന് ഞാൻ ആക്ഷേപകരമായി പോസ്റ്റ് ഇട്ടു, കമന്റ് ഇട്ടു എന്നാ പറയുന്നത്. എന്റെ ഫേസ്ബുക്ക് പബ്ലിക് ഡൊമൈൻ ആണ്. ആർക്ക് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും കയറി പരിശോധിക്കാം. ആ ഫേസ്ബുക്കിൽ എവിടെയാ മോശപ്പെട്ടൊരു വാക്ക് നീ പറഞ്ഞ ആളുകൾ കണ്ടെത്തി തരട്ടെ. അതിലെവിടെയാ ഞാൻ ആൾക്കാരെ ആക്ഷേപിച്ചിട്ടുള്ളതെന്ന് കണ്ടെത്തി തരട്ടെ. ഞാൻ സോളാർ കേസും സ്വർണ്ണക്കടത്തും ഡോളർ കേസും ഒക്കെ നിയമസഭയിൽ പറഞ്ഞിട്ടുള്ള ഒരാളാണ്. ആ നിയമസഭയിൽ പറയുമ്പോൾ ഒരു വാക്കും ആവശ്യമില്ലാത്ത നിറം പഠിപ്പിച്ച കഥകളല്ല, ഫാക്ച്വൽ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഞാൻ ചോദിച്ചിട്ടുള്ളത്. ഞാൻ ഇവിടെ നാദാപുരത്ത് പടക്കം പൊട്ടി ജീപ്പ് കത്തിയപ്പോ അത് എന്റെ ആൾക്കാർ ബോംബ് ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ വാർത്ത വന്നു. എന്റെ ഫോട്ടോ വെച്ചിട്ട് സ്റ്റാറ്റസും പ്രചരണവും ഒക്കെ ഉണ്ടായി. ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ, എതിർ സ്ഥാനാർത്ഥി പറഞ്ഞിട്ടാ